ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സുമിത്ര. ഞാൻ എൻ്റെ മകൻ്റെയും മരുമകളുടെയും കൂടെയാണ് താമസം. ഒരിക്കൽ മരുമകളുടെ അനിയൻ എൻ്റെ വീട്ടിൽ വന്നു. അവൻ എൻ്റെ കളിച്ചു. ഇത് ദീപ, എൻ്റെ മരുമകളാണ്. അവൾക്ക് എന്നോട് വളരെ സ്നേഹം. ഇതാണ് എൻ്റെ മകൻ മനു. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസം ആയതേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ആ വീട്ടിൽ വളരെ സന്തോഷത്തോടെ കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് ജീവിച്ചത്. എൻ്റെ മകൻ്റെ തൊട്ടടുത്ത റൂമിലായിരുന്നു ഞാൻ കിടന്നിരുന്നത്. രാത്രിയിൽ പൂവിലേക്ക് വണ്ട് കയറിപ്പോകുന്ന സൗണ്ടും എല്ലാം കേട്ട് ഞാൻ സ്വയം ചെയ്യും. ആരും അത് അറിഞ്ഞിരുന്നില്ല. എനിക്ക് ആകെയുള്ള ഒരു സുഖം അത് മാത്രമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ സന്തോഷവും എൻ്റെ സന്തോഷവും എല്ലാം നല്ലപോലെ നടന്നു. ഒരു ദിവസം മരുമകൾ പറഞ്ഞു, അവളുടെ അനിയൻ അവളെ കൂട്ടാൻ വരും. അവൾക്ക് ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കണം. അനിയൻ ഇച്ചിരി കുസൃതിയാണ്. അമ്മ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊന്നും കുഴപ്പമില്ല, നിന്റെ അനിയനല്ലേ, ഞാൻ നിന്നെ പോലെ തന്നെ അവനെ കാണും. കുറച്ച് കഴിഞ്ഞ് കോളിംബെല്ല് കേട്ട് ഞാൻ കഥവ് തുറന്നപ്പോൾ നല്ല സ്മാർട്ടായ ഒരു പയ്യൻ. അവൻ പറഞ്ഞു, ഞാൻ ദീപയുടെ അനിയനാണ്, അവൻ്റെ ചേച്ചിയുടെ അമ്മായിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അവന് വിശ്വസിക്കാനായില്ല. ചേച്ചിയുടെ അമ്മായി ഇത്ര ചെറുപ്പക്കാരി ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറെ കൂടെ നേരത്തെ വന്നേ. പിന്നീട് രാത്രിയായപ്പോൾ മകനും മരുമകളും എത്തി. മരുമകളുടെ അനിയൻ വന്നത് അവൾ അറിഞ്ഞില്ല. അവൾ ആകെ ടെൻഷനിലായിരുന്നു. അവനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞിരുന്നു ചേച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം. അതുകൊണ്ട് ഞാനും മരുമകളോട് അവൻ വന്ന കാര്യം പറഞ്ഞില്ല. എന്നെ അവൻ സുമിത്ര എന്ന് വിളിക്കുന്ന കേട്ട് മരുമകൾ അവനെ വഴക്ക് പറഞ്ഞു. അവൻ എന്നോട് ഒരു കളിക്കൂട്ടുകാരിയെ പോലെയാണ് പെരുമാറിയത്. ഞങ്ങൾ വേഗം അടുത്തു. മകനും മരുമകളും പോയതിനു ശേഷം ഞങ്ങൾ ഒരുപാട് നേരം സംസാരിക്കും. അവനോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ എല്ലാം പറഞ്ഞു. എൻ്റെ മകന് 2 വയസ്സുള്ളപ്പോൾ എൻ്റെ ഭർത്താവ് പോയതാണ്. ആഗ്രഹമുണ്ട്, പക്ഷേ ഒന്നും നടക്കില്ലല്ലോ. എൻ്റെ സങ്കടം കേട്ട് അവൻ അടുത്തു വന്നു. സുമിത്രയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കും. ഇപ്പോൾ ഞാൻ വന്നില്ലേ. കവറ് തുറന്ന് പഴമെടുത്ത് വെളിയിൽ വെച്ചു. ആ പഴത്തിൽ ഞാൻ പിടിച്ചു. ഒരുപാട് നാളുകൾക്ക് ശേഷം പഴത്തിൻ്റെ രുചിയും സ്വർഗവും എന്താണെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ മരുമകൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എൻ്റെ സങ്കടങ്ങളൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല. പിറ്റേ ദിവസം ഇതെല്ലാം അവൾ അറിഞ്ഞെന്നും എൻ്റെ അനിയൻ പോയാലും ഇനി അമ്മയ്ക്ക് എല്ലാം ചെയ്യാൻ ഞാനുണ്ടെന്നും പറഞ്ഞ് അവൾ ചക്കയിൽ പിടിച്ചു. ഞാൻ അവളെ തട്ടിമാറ്റി. പിന്നീട് പതിയെ ഞങ്ങൾ നല്ലപോലെ അടുത്തു. മരുമകളുടെ കൂടെയാവുമ്പോൾ പേടിക്കാനൊന്നുമില്ല. അവൾക്ക് നല്ല താല്പര്യമായിരുന്നു. ജീവിതത്തിൽ എന്തുണ്ടെങ്കിലും ഈ ഒരു കളികൾ ഇല്ലെങ്കിൽ ജീവിതം എല്ലാം വെറുതെയാണ് എനിക്ക് തോന്നി. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി കഥയായിട്ട് വരാം.